ഹലോ, ഞാൻ റീസെന്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുകയും കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് ആൾക്കാർക്ക് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു, പക്ഷെ പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനും ഇവിടെ ഫസ്റ്റ് വന്ന സമയത്ത് ഇതുപോലൊക്കെ തന്നെ എനിക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. എൻ്റെ പേര് ഷായിസ്ത. ഞാൻ ഇവിടെ ജുബൈലിൽ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇപ്പോൾ BEd മാൻഡേറ്ററി ആണോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഇതിങ്ങനെ തന്നെയാണ് എന്നല്ല. എനിക്ക് ഇവിടെ ഏകദേശം ജോബ് നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. BEd മാൻഡേറ്ററി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് സ്കില്ലും അതുപോലെ തന്നെ ലാംഗ്വേജും ഉണ്ട് എങ്കിൽ ഇവിടെ ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ജോബ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാല്, ഞാനിവിടെ എൻ്റെ ലൊക്കേഷനിൽ നിയർ ബൈ സ്കൂൾസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെയൊക്കെ ഡയറക്റ്റ് പോയിട്ട് CV കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ സൈറ്റിൽ നോക്കിയാലും നമുക്ക് അങ്ങനെയൊക്കെ ജോബ് കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് സ്കൂളിലൊക്കെ പോയി CV കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അവരത് നോട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ ഏകദേശം എങ്ങനെയാ വെച്ചാൽ നമ്മൾ CV കൊടുത്താൽ ഒരു വേക്കൻസി വരാണെങ്കിൽ അവർ ഫസ്റ്റ് നോക്കുക നമ്മൾ കൊടുത്തിട്ടുള്ള CVs എന്നാണ് അവർ പിന്നെ ആൾക്കാരെ ഹയർ ചെയ്യുക. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ സ്കൂൾസ് ബേസ്ഡ് ആണ്. ഓരോ മാനേജ്മെന്റ് കാര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇന്റർവ്യൂസ് ഉണ്ടാവുക. ചില സ്കൂളിൽ ഡെമോ ക്ലാസ് വേണ്ടി വരും. പിന്നെ ചില ആളുകൾക്ക് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ച് അവർ ഓക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളപ്പം തന്നെ ഹയർ ചെയ്യും. അതാണ് ഇന്റർവ്യൂവിന്റെ കേസുകൾ വരുന്നത്. പിന്നെ അവർ ഏത് ക്ലാസ്സിലേക്കാണ് ഹയർ ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവുക. കുറച്ച് ജനറൽ നോളജും പിന്നെ നമ്മൾ എടുക്കുന്ന സബ്ജക്ട്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്റർവ്യൂവിന് ഉണ്ടാവുക. പിന്നെ സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 3000 to 5000 റിയാലിന്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് സാലറി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു അറിവിലുള്ള കാര്യം. പിന്നെ സ്കൂളിന്റെ വർക്കിംഗ് അവർ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബാക്കി ജോലി പോലെയല്ല, കുറച്ച് ടൈമിങ് കുറവായിരിക്കും. നമുക്ക് ഡ്യൂട്ടി ഹവേഴ്സ് കുറവായിരിക്കും. ഒരു ഉച്ച സമയമാകുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഡ്യൂട്ടി ഓരോ സ്കൂൾസ് ഓരോ ടൈമാണ്. ചില സ്കൂളിൽ 12:30, ചില സ്കൂളിൽ 2:30 വരെ ഉണ്ടാവും, ചിലത് 1:30 അങ്ങനെ ആയിരിക്കും. ആ ഒരു സമയം ഉച്ച ആകുമ്പോഴേക്ക് തന്നെ സ്കൂൾസിന്റെ ടൈമിങ് ഓൾമോസ്റ്റ് കഴിയും. ഓരോ ഏരിയകളിലനുസരിച്ച് മേ ബി മാറാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ദമാം അടുത്ത് ജുബൈലിലാണുള്ളത്. അപ്പൊ ഇവിടെയുള്ള സെയിം കാര്യങ്ങളാണോ ജിദ്ദയിലും റിയാദിലും ഉള്ളത് എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ അറിഞ്ഞിട്ടുള്ള എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്.